അപ്പോൾ ഇത് നമ്മളുടെ JKFF ആണ്, പവർ. അപ്പോൾ നമുക്ക് തുടങ്ങാം. അങ്ങനെ ആ ദിവസം എത്തി. നമ്മളെ മറിയ ചേട്ടത്തി പറഞ്ഞ അതേ ദിവസം. മറിയ ചേട്ടത്തി ആരാന്നറിയണ്ടേ? നമ്മളുടെ മെയ്ഡാണ്. മെയ്ഡിൻ്റെ പേര് മറിയ എന്നാണ്. അപ്പോൾ ഇവരെല്ലാം വിളിക്കുന്നത് മറിയ ചേട്ടത്തി എന്നാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അങ്ങനെ ആ ദിവസം എത്തി. ഒരു കോളിംഗ് ബെൽ ശബ്ദം. എനിക്ക് ആളാരാന്നറിയാത്തത് കൊണ്ട് തന്നെ അവളെത്തി പേടിച്ചു കൊണ്ട് ചോദിച്ചു, ആരാ? അപ്പോൾ സന്തോഷത്തോടെയും ഉല്ലാസത്തോടെയും ഒരു മറുപടി, ഞാനാ, നിൻ്റെ ബെന്നി ചേട്ടായി. ഓ, വി ചേട്ടായിയോ? വാ, എന്താ പെട്ടെന്ന് ഇങ്ങോട്ടൊരു വരക്കം? എന്നതാ, വല്ല പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവും ഇല്ല. എന്നതാ? അതാരാന്ന് നിങ്ങൾക്കറിയണ്ടേ? അത് നമ്മളുടെ വീട ഭാര്യയാണ്, റിയ. എന്നതാ? മോളെ, മറിയ ചേട്ടത്തിക്ക് ഒരു സ്ഥലം വരെ പോകണം. അപ്പോൾ ഞങ്ങളിവിടെ താമസിക്കാൻ വന്നതാ. റിയ ചേച്ചി എപ്പോൾ വന്നു? ആണോ? അല്ല, എൻ്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ ആള്. അമ്മേ എന്നാ മോളെ, എന്നതാ വിളിച്ച്? വല്ലതും വേണോ? എന്നെ വിട്ട് പോവുകയാണല്ലേ? അല്ല, എവിടെയോ പോകണമെന്ന് കേട്ടോ. എവിടാ? വല്ല വിശേഷമുണ്ടോ വീട്ടിൽ? അതെ മോളെ, മോളെ ഡെലിവറി ഡേറ്റ് അടുത്ത മാസമാണ്. അപ്പോൾ ഒരു മാസം നല്ലോണം നോക്കണമെന്നാണ് പറഞ്ഞേക്കുന്നേ. അവനാണെങ്കിൽ വീട്ടിലില്ലല്ലോ, അവൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ തന്നെ നോക്കണ്ടേ, അതുകൊണ്ടാണ് പോണേ. അല്ലേ, ഞാൻ പോവോ? നടക്കട്ടെ. അല്ല, വന്ന കാലം എനിക്കത് ഇരിക്കേ. അല്ല മാഷേ, ഇന്ന് ഓഫീസിലൊന്നും പോകണില്ലേ? ചേച്ചി, അവളെന്താ കൊണ്ടുവരാഞ്ഞേ? എനിക്ക് വിഷമായിട്ടോ. അവളെങ്ങ് കൊണ്ടുവന്നൂടായിരുന്നോ? എന്താ മോളെ, അവക്കിങ്ങനെ പുറത്ത് വരുന്നൊന്നും ഇഷ്ടമല്ല. അതേപോലെ തന്നെ നിൻ്റെ വീട്ടിൽ വന്നത് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അല്ല എനിക്കൊച്ചേ, ഈ ട്രെയിൻ എപ്പോൾ നിൽക്കും? കുറച്ച് കാര്യം പറയാനാ. പറ. അത് പിന്നെ ഒരു കേസിൻ്റെ കാര്യമാണ്. എനിക്കത് പറ്റുന്നില്ല. എൻ്റെ ഈ കുഞ്ഞു ബുദ്ധി വെച്ച് എങ്ങനെ അത് ഉണ്ടാക്കുക? എൻ്റെ ചേട്ടായിയുടെ കുഞ്ഞു ബുദ്ധിയൊന്നുമല്ല, അത്യാവശ്യം ബുദ്ധിയൊക്കെ എൻ്റെ ചേട്ടായിക്കൊണ്ട്. സുഖിപ്പിക്കല്ലേ? അപ്പം ഇല്ലേ? ഉണ്ട്. എൻ്റെ പൊന്നോ. അല്ല, ഏത് കേസാണ് അത്? ഇല്ല, പെണ്ണുങ്ങളെ തട്ടിക്കൊണ്ടുപോയി കൊല്ലുന്ന ആ കേസാണോ? അതെങ്ങനെ മനസ്സിലായി? അത് പിന്നെ ഇപ്പം ന്യൂസിൽ നിറച്ചതല്ലേ, പിന്നെ കേൾക്കാതെ. ചേട്ടായി ന്യൂസിൽ നിറച്ചതാ. എടാ, നിൻ്റെ അടുത്ത് ഒരു കാര്യം ഇങ്ങോട്ട് ചോദിച്ചോട്ടെ? ചോദിക്ക്. എൻ്റെ ചേട്ടായി ചോദിക്കുന്നതിനൊക്കെ മറുപടി അറിയാനല്ലേ ഞാനിവിടെ നിൽക്കുന്നേ. എൻ്റെ ഫ്രണ്ട്സ് ഇവിടെ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് വല്ല കുഴപ്പമുണ്ടോ? നിൽക്കുന്നതിന് എന്താ കുഴപ്പം? അവരുടെ ഇഷ്ടമല്ലേ അവർ നിൽക്കുന്നത്. എടി, അതല്ലടി, എൻ്റെ ഇടയ്ക്ക് വളിച്ച കോമഡി അറിയാൻ നിനക്ക് എങ്ങനെയാണ് തോന്നുന്നേ? പറ, സീരിയസ് ആയി. എടാ, എൻ്റെ ഫ്രണ്ട്സ് ഇവിടെ താമസിക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോയെന്നാ നിൻ്റെ അടുത്ത് ചോദിച്ചേ. എന്ത് പ്രശ്നം? അവരെടുത്ത് വരാൻ പറ, നമുക്കിവിടെ പൊളിക്കാം. ഓക്കെ മോളുസേ. റിയ, ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. ഓക്കെ ചേച്ചി. അവരിപ്പോൾ വരും, ഞാൻ വിളിച്ചിട്ടുണ്ട്. വരട്ടെ. അല്ല, ഇങ്ങോട്ട് വരാൻ എൻ്റെ വല്ല സഹായം വേണോ? നിൻ്റെ സഹായം വേണമെന്നതുകൊണ്ടല്ലേ ഇങ്ങോട്ട് വന്നത്. എന്താ സഹായം? എനിക്ക് ആ കേസ് എനിക്കൊന്ന് പറഞ്ഞു തരണം. അത് കൊള്ളാമല്ലോ. അതൊക്കെ ഇവിടുത്തെ നിയമമാണ്. എന്നാ പിന്നെ അവന്മാർ വരുന്നവരെ ഞാൻ ഇവിടെ ന്യൂസും കേട്ടോണ്ടിരിക്കാം. എന്തൊക്കെയാണ് പുതിയ റിപ്പോർട്ടെന്നറിയാമല്ലോ. എന്നാൽ പിന്നെ ഞാൻ പോയി ചെടി നനയ്ക്കാൻ പോവാട്ടോ. ചെടി നനച്ചോ. ആനി ചെടി നനച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു കാർ വന്ന് ഫ്രണ്ടിൽ നിന്നു. അതിൽ നിന്ന് 6 സുന്ദരന്മാരായ ചെറുപ്പക്കാർ